ബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി. ആദ്യം വലിയ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ചു. പക്ഷെ അത് പരാജയത്തിൻ്റെ വഴിയിലൂടെ പോയപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കി ചെറിയ രീതിയിൽ കുറച്ചു കാലമൊക്കെ ഇത് പിടിച്ചിരുന്നു. പിന്നീട് ഓരോരുത്തരായിട്ട് ഈ ടീമിലേക്ക് വന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് ഒരു ഓഫീസ് വരാൻ പോവുകയാണ്. ഞാൻ അതൊരു സർപ്രൈസായി പ്രേക്ഷകർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പൊ ഓണ സർപ്രൈസ് ഇതല്ലേ? എനിക്ക് തോന്നുന്നു 7 വർഷം മുമ്പ് ഞാൻ ആ സ്പേസ് ചോദിച്ചതാണ്. അന്ന് ചെറിയൊരു ബാർഗെയിനിങ്ങിന്റെ പുറത്ത് എടുക്കാതെ വിട്ടിട്ട് പോയൊരു സ്പേസ്. പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്നം ഓണം കഴിഞ്ഞ് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചാണ്. നമ്മളത് തുടങ്ങും. പിന്നെ ഓണത്തിന് ഒരു തീരുമാനം എത്തും. അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്പിരിച്വൽ മേഖലയിലെ എന്താണ് സ്പിരിച്വൽ മേഖല എന്ന് പറയുന്നത്? ആത്മീയത മാത്രമല്ല കേട്ടോ. സ്പിരിച്വൽ മേഖല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയത മാത്രമല്ല, കലയും സംഗീതവും സാഹിത്യവും ഒക്കെ അതിലേക്ക് കൂട്ടിക്കലർത്തുന്നു. ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ ബൃഹത്തായ ഒരു ഇവന്റ് ബാക്ക് മീഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. അബാക് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അബാക് മീഡിയയിലെ ഏറ്റവും പ്രിയപ്പെട്ട രോഹിത്തേട്ടനാണ്. രോഹിത്തേട്ടാ നമസ്കാരം. നമസ്കാരം. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ രോഹിത്? അതെ, കാരണം അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കായിട്ട് രോഹിത്തേട്ടന് പറയാനുള്ളതാണ്. അല്ല, നോക്കൂ, അബാക് മീഡിയയുടെ ഓണം ഞാൻ അതിനെപ്പറ്റി പറയാം. അബാക് മീഡിയയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എപ്പോഴും നന്ദിയും സ്നേഹവും കടപ്പാടും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോഴും വേറൊരു തലത്തിൽ നമ്മളെ കാണുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഒരു വർഷക്കാലമായിരുന്നു. പക്ഷേ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ എനിക്ക് ഒരുപാട്, പേഴ്സണൽ ജീവിതത്തിൽ കുഴപ്പമുണ്ടല്ലോ, പേഴ്സണൽ ജീവിതവും സന്തോഷം തന്നെയാണ്. പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമാണ്. കഴിഞ്ഞ ഓണമായിരുന്നു സത്യത്തിൽ അബാക് മീഡിയയുടെ ആദ്യത്തെ ഓണം. പക്ഷേ ചില സാഹചര്യം, അതായത് എൻ്റെ അമ്മാവൻ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ മാമൻ, എൻ്റെ സഖാവ് കൃഷ്ണകുമാറെന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞങ്ങളുടെയൊക്കെ മാമൻ്റെ മരണം ഓണത്തിന് തൊട്ട് മുമ്പാണ് സംഭവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓണം ഒരാഘോഷങ്ങളും ഇല്ലാത്ത ഒരു ഓണമായിരുന്നു. ഒരു ആഘോഷവും ഉണ്ടായിരുന്നില്ല. അതീവ ദുഃഖത്തിലേക്ക് പോയ ഒരു ഓണക്കാലമായിരുന്നു. ആ ഓണക്കാലത്തിന് ശേഷം പിന്നീട് കഴിഞ്ഞ ഒരു വർഷക്കാലം അന്ന് അബാക്കിലുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പം അബാക്കിൽ വർക്ക് ചെയ്യുന്നില്ല, മറ്റു പല ചാനലുകളിലും മറ്റു പല കാര്യങ്ങളിലുമായി വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് നമ്മളൊരു 30-31 പേരുള്ള ഒരു വലിയ സംവിധാനമായിട്ട് നമ്മൾ ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഗുരുക്കന്മാരുടെയും പ്രേക്ഷകരുടെയും മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ കൊണ്ട്, ആശംസകൾ കൊണ്ട്, അതുപോലെ നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ, ഞാൻ കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബം മാത്രമല്ല, ഈ വർക്ക് ചെയ്യുന്ന 30-31 പേരുടെയും കുടുംബം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ സഹധർമ്മിണി അടക്കം എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം വന്ന് നിൽക്കും. എല്ലാവരും മനസ്സുകൊണ്ട്, എല്ലാവരുടെയും വീട്ടിലുള്ളവർ മനസ്സുകൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ പറ്റില്ല. കാര്യം ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ അബാക് ഡിബേറ്റ് നോക്കുന്ന ആതിരയ്ക്ക് ഞാൻ ഡിബേറ്റിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ ഒരു മാസം അവൾ ലീവ് എടുക്കാറില്ല, വീട്ടിൽ പോയിട്ടില്ല, പോവാതെ ഇവിടെ നിൽക്കണം. കാരണം ഓണമാണ്, ഓണത്തിന് കണ്ടന്റുകൾ ഉണ്ടാക്കണം, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ തന്നെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് മാത്രം കഴിഞ്ഞ മാസം ഒരു ദിവസം ലീവിന് പോയി. പലപ്പോഴും വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് രാഹുലിന് മൈഗ്രെയിൻ്റെ പ്രശ്നം വന്ന തലവേദന എടുത്തിട്ട് ഇവിടെ ഓഫീസിൽ തന്നെ കിടന്നിട്ട് എഴുന്നേറ്റ് പോയിട്ട് വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകുന്ന ആളുകൾ, എല്ലാ ആളുകളും, ഒരാളെന്നില്ല, എല്ലാ ആളുകളും, ഇപ്പം ക്യാമറ ടീം രോഹിത്തും അനൂപും അടക്കം, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ അരുണും നമ്മുടെ രാഹുൽ രാജും അരുണിമയൊക്കെ അടക്കം ഉള്ള ആളുകൾ, പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ്, നമ്മുടെ ഓഫീസിനെ എപ്പോഴും ഓണാക്കി നിർത്തുകയും നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഋഷാദും ഫഹദും ശ്രീഹരിയും നന്ദുവും അടക്കമുള്ള ആളുകൾ, അങ്ങനെ ഗ്രാഫിക്സിൻ്റെ ടീമിലെ ഗ്ലെൻ അടക്കം, അങ്ങനെ പേര് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പോപ്പിൻസിൻ്റെ ടീം, ചിത്ര, ഏഞ്ചൽ ബേബി അടക്കമുള്ള, നീരജ് എഡിറ്റർ നീരജ് അടക്കം, ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുന്ന കിരൺ ചേച്ചി അടക്കം, പബ്ലിക്കേഷൻസ് നോക്കുന്നത് പ്രശാന്ത് അടക്കം, ജ്യോതിഷത്തിൻ്റെ പ്രദീപേട്ടൻ, റോജിൻ, അങ്ങനെ ഒരു വലിയ സംഘം, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ നാളെ തൊട്ട് രാഹുലിൻ്റെ അമ്മ പറഞ്ഞു, നീ ഇപ്പം തന്നെ വീട്ടിലേക്കൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാം. അപ്പം ഇവരുടെയൊക്കെ ഒരു വലിയ സംവിധാനത്തിൽ പോകുന്ന ഒരു ചെറിയ സംവിധാനം. പിന്നെ നമ്മൾ സ്ഥാപനമൊക്കെ തുടങ്ങി, ചാനലൊക്കെ തുടങ്ങി, കുറച്ച് പേരും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മളൊരിക്കലും ഇതൊരു കമ്പനി ആയിട്ടൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അബാക് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്
എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. 6ഓളം ചാനലുകൾ തുടങ്ങി. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അബാക് മീഡിയ തുടങ്ങിയത്. അബാക് മീഡിയ തുടങ്ങിയ കഥകളൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. നവകേരള ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഓഫീസൊക്കെ എടുത്തു. പിന്നീട് അതിൽ സിംഹഭാഗം ആളുകളും പല കാരണങ്ങൾ കൊണ്ട് അവരുടെയൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം പല വഴിക്ക് പോയി. അതിൽ ജാനും രോഹിത്തും ശില്പയും മാത്രം നിന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഈ അബാക് മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി. ആദ്യം ഇച്ചിരി വലിയ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ച് തുടങ്ങി. പക്ഷെ അത് പരാജയത്തിൻ്റെ വഴിയിലൂടെ പോയപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കി ചെറിയ രീതിയിൽ കുറച്ച് കാലമൊക്കെ ഇത് പിടിച്ചിരുന്നു. പിന്നീട് ഓരോരുത്തരായിട്ട് ഈ ടീമിലേക്ക് വന്നു. അതിൽ ചില ആളുകൾ പിന്നീട് പോയി, പുതിയ ആളുകൾ രാഹുലടക്കമുള്ള പുതിയ ആളുകൾ വന്നു. ഇപ്പം ഒരു വലിയ സംവിധാനം കുറേ നാളായി ഒരു കൊഴിഞ്ഞു പോക്കിൽ നിന്നിട്ട് അതിൽ തന്നെ ഇപ്പം രാജേഷ് ജിനാഥ് ഉണ്ടായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. പുള്ളിയും നമ്മുടെ ക്യാമറാമാനും ഒക്കെ കൂടെ ചേർന്നിട്ട് മറ്റൊരു ചാനൽ തുടങ്ങി. ശില്പ ജനത്തിലേക്ക് പോയി. ജനത്തിൽ നല്ല കണ്ടന്റുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയിരുന്നു. അപ്പോൾ പകരം ഇവിടെ പുതിയ ആളുകൾ വന്നു. ചിത്ര വന്നു, അല്ലെങ്കിൽ നമ്മുടെ ആതിര വന്നു, രാഹുൽ ആങ്കറായി, അവതാരകനായി മാറി. ഇതൊക്കെ വലിയ സന്തോഷം തരുന്ന ഇതും സങ്കടം വരുന്നതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഓണം ഈ തവണ നമ്മൾ ഓണം ആഘോഷിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്രാവശ്യം അബാക് മീഡിയയുടെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അബാക് മീഡിയ നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഓഫീസ്, ഇപ്പോഴും തിരുവനന്തപുരത്ത് ആ ഓഫീസുണ്ട്. എന്നാലും അത്രത്തോളം ഇല്ലെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് ഒരു ഓഫീസ് വരാൻ പോവുകയാണ്. ഞാൻ അതൊരു സർപ്രൈസായി പ്രേക്ഷകർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ ഓണം സർപ്രൈസ് ഇതല്ലേ? അതെ, അബാക് മീഡിയ എറണാകുളത്ത് ആലുവയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ചാനൽ തുടങ്ങണം എന്ന ആവശ്യമല്ല, ആഗ്രഹം ആദ്യമായി തുറന്നു പറഞ്ഞ തസ്മയ ഗുരുജിയോടാണ്. ഗുരുജിയാണ് എനിക്ക് ഈ ഓഫീസ് കാട്ടിത്തത്. ഗുരുജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓഫീസാണ്. അന്ന് അഡ്വാൻസ് ഒന്നും കൊടുക്കാൻ, കാരണം ഇതൊരു വലിയ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം 10,000-3000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്റ്റുഡിയോ, ഒരു ഓഫീസാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് രോഹിത് വാടക കൊടുക്കൂ. പല പ്രവാസങ്ങളിലൊന്നും വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അദ്ദേഹം വാടക കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ മാറി. ആ സ്നേഹവും നന്ദി ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ പേരൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് തസ്മയ ഗുരുജി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കിടക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നീടാണ് അദ്ദേഹം നമ്മുടെ പേരിലേക്ക് മാറ്റി തന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് നമ്മൾ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമ്മൾ തിരുവനന്തപുരം തുടങ്ങി, പിന്നീട് കോഴിക്കോട് തുടങ്ങി. പക്ഷെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് വേറെ ചാനലുകൾ എന്നുള്ള സ്വപ്നമൊക്കെ വന്നതുകൊണ്ട് ആദ്യം നമുക്ക് തിരുവനന്തപുരം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നമ്മുടെ വൈൻഡപ്പ് ചെയ്തു എന്ന് വെച്ചാൽ പൂർണ്ണമായ ഓപ്പറേഷൻസ് തുടങ്ങും. നമുക്കിപ്പോ തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും നമ്മുടെ ഓഫീസ് സ്പേസുകൾ നമ്മൾ വിട്ടിട്ടില്ല എന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് സ്ട്രിംഗർമാരായിട്ട് ക്യാമറമാരുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഫ്ലോറുകൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷെ അതിനൊരു ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ചിരിക്കുക. എന്താണെന്നറിയോ, നമ്മളപ്പുറത്ത് അബാക്കിന് അപ്പുറത്തേക്ക് നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എൻ്റെ അടുത്ത ഈ ഒരു ഓണം മുതൽ അടുത്ത ഓണം വരെ ഞാൻ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കും. എനിക്കറിയാം അബാക്ക് രാഹുലിന്റെ കയ്യിൽ ഭദ്രമാണ്. അരുണും രോഹിത് ക്യാമറമാൻ രോഹിത്തും രാഹുലും അടക്കമുള്ള ഒരു ടീം, നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമുണ്ട്, ചിത്രയടക്കം. നിങ്ങൾ ഈ പറയുന്ന എല്ലാവരും, ഒരാളുടെ പേരെന്നുള്ളതല്ല, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ബാക്കെൻഡിൽ ആതിരി അടക്കമുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് വിന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന ജിൻഡോ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് കൊണ്ടുപോകും, ഞാൻ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ എനിക്ക് ഇനി അടുത്തൊരു കൺസേൺ, ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് ഒരു പോയിന്റിലേക്ക് അബാക്കിനെ നമ്മൾ എത്തിച്ചു നിർത്തിയിട്ടുണ്ട്. നമ്മൾ 24/7 ചിങ്ങമാസം 1-ാം തീയതി ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചു. ഒരു തവണ മാത്രമാണ് ടെക്നിക്കൽ പ്രശ്നമുണ്ടെന്ന് മുറിഞ്ഞത്. അത് അന്നത്തെ ദിവസം തന്നെ. പിന്നീട് മുറിയാതെ കണ്ടന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. വാർത്താ ചാനലിൽ നമുക്കൊരു നമ്മുടേതായ ഒരു ഇടം നേഷൻ ഫസ്റ്റ് നേടിയെടുക്കണം. അപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരം നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കോഴിക്കോടും തിരുവനന്തപുരം മാത്രമല്ല 14 ജില്ലകളിലും നമുക്ക് എന്ത് വേണം, ഓഫീസ് സ്പേസുകൾ വേണം എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത്. അത് അടുത്തൊരു 2-3 വർഷം കൊണ്ട് നമ്മൾ ആ ആവശ്യത്തിലേക്ക്, ഇതിലൊക്കെ പിന്നിൽ വേറൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം രാഹുൽ പറഞ്ഞൊരു കേസാണ് ഇതിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. നമ്മുടെയൊക്കെ സ്വന്തം നാട്, നമ്മുടെ ചെന്നൈയും രാഹുലിൻ്റെയും നാടായ കൊട്ടാരക്കരയിൽ ഒരു ഓഫീസ്, അത് എനിക്കൊന്ന് ഏകദേശം 10-20 സ്റ്റാഫ് വരുന്ന അല്ല, അത് ഞാൻ പറഞ്ഞത് അതൊരു വലിയ പ്രോജക്റ്റാണ് രാഹുലെ. അതൊരു ദൈവം എല്ലാം നമ്മൾ ചിന്തിച്ചു വെക്കും, പറഞ്ഞു വെക്കും, അതേ രീതിയിൽ പോകും. ഇത് വളരെ അവിചാരിതമായി സംഭവിച്ചതല്ലേ. ഞാനും രാഹുലും കൂടി പോകുന്ന ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു 7 വർഷം മുമ്പ് ഞാൻ ആ സ്പേസ് ചോദിച്ചതാണ്. അന്ന് ചെറിയൊരു ബാർഗെയിനിങ്ങിന്റെ പുറത്ത് എടുക്കാതെ വിട്ടിട്ട് പോയൊരു സ്പേസാണ് ആ സ്പേസ്. പക്ഷെ ആരും എടുക്കാണ്ട് അവിടെ കിടക്കണം. അവർക്ക് നല്ല പാർട്ടികൾക്ക് മാത്രമേ അവർ കൊടുക്കുള്ളൂ എന്നൊരു ഇതിന്റെ പുറത്ത് അവർ കൊടുക്കാതിരുന്നേ. നമ്മൾ പോയി സംസാരിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, നമ്മളും അവരും ഒരു ഡീലായി. അന്ന് ആ വാടക നമുക്ക് വലിയ എമൗണ്ട് ആയിരുന്നു. ഇന്നും പൈസ വലിയ എമൗണ്ട് ആണ്, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ടാൽ കൊടുക്കാൻ പറ്റുന്നതാണ്.
നമ്മൾ ആ ഒരു അഡ്വാൻസ് ചെയ്തു, അതിൻ്റെ വർക്ക് ആരംഭിച്ചു, പണികൾ ആരംഭിച്ചു. അപ്പോൾ കൊട്ടാരക്കരയിൽ അബാക് മീഡിയയുടെ ഒരു വലിയ പദ്ധതി വരികയാണ്. നേഷൻ ട്രസ്റ്റിൻ്റെയും ബാക്കിൻ്റെയും പോപ്പിൻസിൻ്റെയും അടക്കമുള്ള ഷൂട്ട് ഫ്ലോറുകൾ ഉണ്ടാവും, സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടാവും, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു വിങ് ഉണ്ടാവും, ഒരു ചെറിയ IT ഫേം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ക്ലയൻസ് ഇപ്പം ഈ യൂട്യൂബ് ചാനലുകൾക്കപ്പുറത്തേക്ക് നമ്മൾ വേറെ കുറേ തേർഡ് പാർട്ടി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഇവർക്ക് വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോണ്ടന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ നമുക്കിപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വേണമെങ്കിൽ നമ്മൾ പുറത്ത് ആശ്രയിക്കുന്നു, അല്ല പല കാര്യങ്ങൾ പുതിയ കാലത്തിന്റെ ഒരു മാറ്റത്തിന്. അതെ, ഇപ്പൊ ഇവർക്കൊക്കെ വെബ്സൈറ്റുകൾ വേണം, സോഫ്റ്റ്വെയറുകൾ വേണം. അപ്പോൾ നമ്മുടെ ടീം അങ്ങനെയാണല്ലോ ബിൽഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊട്ടാരക്കരയിൽ ഇത് ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കോ രാഹുലിനൊക്കെ ഒന്ന് നാട്ടിൽ പോകണമെങ്കിൽ ഷൂട്ട് ഉള്ളതുകൊണ്ട് തിരിച്ചു വരിക. അപ്പോൾ കൊട്ടാരക്കരയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ 5 ദിവസം അച്ഛനെയും അമ്മയുടെയും കൂടെ പോയി നിൽക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് പോയി നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് കൊട്ടാരക്കരയിൽ ഒരു പതുക്കെ ആണ് എങ്കിലും ഒരു 10-20 സ്റ്റാഫുകളുമായി കൊട്ടാരക്കരയിൽ അബാക് മീഡിയയുടെ ഒരു മനോഹരമായൊരു ഫ്ലോറും മനോഹരമായൊരു ഓഫീസും നമ്മൾ പണി ആരംഭിച്ചിട്ടുണ്ട്. അത് പലതും ദൈവം സഹായിക്കുകയാണെങ്കിൽ, പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ എൻ്റെ മാർഗദർശി, എൻ്റെ മുന്നേ നടക്കുന്ന ആൾ കൊട്ടാരക്കര ഗണപതി ഭഗവാനാണ്. ആ മണ്ണിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്കുണ്ടായിരുന്ന ഒരു ബിസിനസ് സംവിധാനം ഉണ്ടായിരുന്ന മണ്ണാണ്. അത് കോവിഡ് വന്നപ്പോൾ, അത് ബാക്കിൻ്റെ പേരിൽ തന്നെ ബാക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് കോവിഡ് വന്നപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്ന ഒരു പ്രൊജക്റ്റാണ്. അവിടെ തന്നെ അത് വീണ്ടും അതങ്ങനെ കരിയിച്ച് കളയാൻ പറ്റുന്നതല്ലല്ലോ. ഇന്ന് നമുക്ക് പറഞ്ഞല്ലോ, ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും പ്രേക്ഷകരുടെ ഒക്കെ പ്രാർത്ഥന, ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് സഹോദരന്മാരുടെ പ്രാർത്ഥനകളുണ്ട് നമുക്ക്. ഇപ്പം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരാളാണ് രാഹുലെ. ഇപ്പം പലരും, ഞാനൊരു 15 ദിവസം പുസ്തകത്തിൻ്റെ പരിപാടിയായിട്ട് മാറി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ രാഹുൽ എവിടെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പല വീഡിയോകളിലും ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ രാഹുലിനെ ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. രാഹുലിനെ ഇൻസ്റ്റയിലും അല്ലാതെയൊക്കെ മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്രാൻഡിനെ ആളുകൾ നെഞ്ചോട് ചേർത്തെടുക്കുന്നതിൻ്റെ ഗുണമാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ അലയുന്ന പല ആളുകൾക്കും നമ്മളുടെ ചാനൽ വഴി ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്നു എന്ന് പറയുന്നത് അത് വലിയ ഒരു ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. 24/7 യൂട്യൂബിൽ സ്ട്രീമിംഗ് ആരംഭിച്ചതുപോലെ അത് താമസിക്കാതെ ചില OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് 24/7 ലൈവായിട്ട് കൊടുക്കും. പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, നമ്മളാൽ വേദനിക്കപ്പെട്ടവരുണ്ടാകാം, ചില ആളുകളോട് നമുക്ക് മോശമായി സംസാരിക്കേണ്ടി വരുന്ന ഇവിടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകൾ, വർഗീയത പറയുന്നവർ, വർഗീയത മനസ്സിൽ വെച്ച് പുറമേ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ചിന്തിക്കുന്നത്, ഇവരൊന്നും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ പറ്റില്ല. വെറുപ്പ് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനെന്ന ഭാവം പ്രധാനമായും സ്പിരിച്വൽ മേഖലയിൽ ഞാനെന്ന ഭാവവുമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളിലേക്ക് വന്ന് നമുക്കതൊരു പരിധിക്കപ്പുറത്തേക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴൊക്കെ ഒരു സാധാരണ മനുഷ്യരാണ്. ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരമാകാൻ പറ്റുമെങ്കിൽ ഉപകരിക്കണം എന്ന ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഓണമാണ്, എല്ലാവരും ഓണം ആഘോഷിക്കുക, നല്ല ആഹാരം കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ അണിയുക, ഒപ്പം നമുക്ക് ചുറ്റുമുള്ളവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ചുറ്റും ചിലപ്പോൾ ഒരുപക്ഷെ വലിയ വീടുണ്ടാവും, മുറ്റത്തൊരു കാറുണ്ടാവും, പക്ഷെ അവൻ്റെ വീട്ടിലെ അവസ്ഥ മോശമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യം. അതൊക്കെ ഒരു പെട്രോളിൻ്റെ അല്ല, ഇപ്പോഴാരും അല്ല പറയണേ. ഞാൻ കാർ വിട്, നമ്മുടെയൊക്കെ കുഞ്ഞാളിന്, എൻ്റെയൊക്കെ വീട് ഞാൻ ജനിച്ച കാലം പോലെ അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു വീടാണ്. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രതിസന്ധികളിലേക്കൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്ന് നോക്കുക, സ്നേഹം കൊടുക്കുക, ഒപ്പം വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. നമ്മൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്നം ഓണം കഴിഞ്ഞ് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചാണ്. നമ്മളത് തുടങ്ങും. പിന്നെ ഓണത്തിന് ഒരു തീരുമാനമെത്തും. കേരളം കരയിലെ സ്പിരിച്വൽ മേഖലയിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്പിരിച്വൽ മേഖലയിലെ, എന്താണ് സ്പിരിച്വൽ മേഖല എന്ന് പറയുന്നത്? ആത്മീയത മാത്രമല്ല കേട്ടോ. സ്പിരിച്വൽ മേഖല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയത മാത്രമല്ല, കലയും സംഗീതവും സാഹിത്യവും ഒക്കെ അതിലേക്ക് കൂട്ടിക്കലർത്തുക.
ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വലിയ ബൃഹത്തായൊരു ഒരു ഒരു ഇവൻറ്റ് അബാക് മീഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവീകമായൊരു ഇവൻ്റ് ആയിരിക്കും അത്. ഒന്ന് പുറത്ത് പറയാറായിട്ടില്ല. ഓണം കഴിയുമ്പോൾ നമ്മളത് അനൗൺസ് ചെയ്യും. അതൊരു വലിയ പദ്ധതിയാണ്. ആരോഗ്യവും ആയുസ്സും ദൈവം തന്നാൽ ഇനിയും സതുദ്ദേശത്തോടു കൂടി പലതും സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഓണക്കാലം അതിനൊക്കെയുള്ള ഈ 2-3 ദിവസം എന്തായാലും ലീവ് കിട്ടുമല്ലോ, ഇതിൻ്റെയൊക്കെ ചിന്തകളുമൊക്കെ ആയിട്ട് പോകാനുള്ള ഒരു സമയമാകട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കിട്ടുന്ന ഇടവേളകൾ പുതിയ ചിന്തകൾക്കുണ്ട്. കാരണം അതുകൊണ്ടല്ല, ഇപ്പം നമ്മുടെ പല ചാനലുണ്ട്, അബാക് മീഡിയക്ക് അപ്പുറത്തേക്കുള്ള പല ചാനലുണ്ട്. ഈ ചാനലുകളെല്ലാം പലപ്പോഴും പല യാത്രയിലാണ്. ഉറപ്പായിട്ടും ഓരോ യാത്രയും ഓരോ പദ്ധതിയുമായിട്ടാണ് ഞാൻ വരാറ്. ഓരോ യാത്രയും ഓരോ പദ്ധതിയാണ്. ഇപ്പോൾ ശബരിമലയിൽ ഒരു 3-4 മാസം അടുപ്പിച്ച് മാസം തൊഴിലിന് പോയി. അവസാനം പോയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയത്ത് നനഞ്ഞുകൊണ്ട് ഞാനും നമ്മുടെ എഡിറ്റർ ആരോടും നമ്മുടെ ഫഹദ് പോലും കൂടി ഇരുന്നപ്പോഴാണ് ഒരു സിനിമയുടെ പദ്ധതി മനസ്സിലേക്ക് വന്നത്. അവിടെ നിന്ന് തന്നെ ഇവരോട് പറഞ്ഞിങ്ങനൊരു സാധനമുണ്ട്, പക്ഷെ അത് ഇങ്ങനെ നിൽപ്പുണ്ട്, ബാക്ക് എൻഡിൽ നിൽപ്പുണ്ട്, പക്ഷെ അത് എത്താനുള്ള സമയമാവും. സിനിമയാവും. കഴിഞ്ഞ ദിവസം കാന്തള ശിവസ്വാമി പറഞ്ഞു അബാക് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ട് ഓൾറെഡി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് വെബ് സീരീസുകൾ ചെയ്യാനുള്ള സമയമായി എന്നെനിക്ക് തോന്നുന്നു. അതിലേക്ക് വരാനുള്ള സമയമായി. അത് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ, ഗുരുക്കന്മാർ, സ്ഥാപനങ്ങൾ, ജീവനക്കാരില്ല കേട്ടോ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അബാക് മീഡിയയുടെ ഓണാശംസകൾ നേരുകയാണ്. നല്ലൊരു ഓണക്കാലം. അബാക് മീഡിയയുടെ ഓണാഘോഷങ്ങളുടെ വീഡിയോ കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. താങ്ക് യു.